നിലവിൽ എല്ലാ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു മോഡേൺ റെയിൽവേ സ്റ്റേഷനാണ് സമർഖണ്ഡ്. ടൂറിസ്റ്റുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണ്. അതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സമയത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ടിക്കറ്റ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്കിങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് 1-2 ആഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ ഏകദേശം 1 മാസം മുമ്പ് തന്നെ ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. ഇവിടെ എല്ലാം മഞ്ഞാണ്. ഇത് കണ്ടോ, എല്ലായിടത്തും മഞ്ഞാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമർഖണ്ഡിലെ 2ാമത്തെ ദിവസമാണ്. രാവിലെ ഇപ്പോൾ 5 മണിയാകുന്നേ ഉള്ളൂ. ഹോട്ടൽ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ബുള്ളറ്റ് ട്രെയിനിൽ താഷ്കണ്ടിലോട്ട് പോവാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ 2ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക്, ബുള്ളറ്റ് ട്രെയിനിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുറകെ കാണുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. റേറ്റ് അല്പം കൂടുതലായിരുന്നു തോന്നുന്നു. നമുക്ക് ഒരു ദിവസത്തേക്ക് അത് $59, അതായത് ഏകദേശം 200 ദിർഹംസ്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇപ്പോൾ മെയിൻ സ്ട്രീറ്റിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഹോട്ടൽ റിസപ്ഷനിലുള്ള ഒരു യാൻഡെക്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു റിസപ്ഷനിസ്റ്റ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റിൽ യാൻഡെക്സ് ടാക്സി വരും. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് യാത്രയാണ് കാണിക്കുന്നത്. 6:15-6:13 സമർഖണ്ഡ് താഷ്കണ്ടിലോട്ടുള്ള ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന ഒരേ ഒരു സ്റ്റേഷനിൽ നിന്നാണ് ബുള്ളറ്റ് ട്രെയിൻ സമർഖണ്ഡ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇവിടെ നിൽക്കുകയാണ്. സ്ട്രീറ്റിൽ ഒന്നും ലൈറ്റൊന്നുമില്ല, അതുപോലെ വണ്ടികളൊന്നുമില്ല, എം ടി ആണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തെത്തി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ട്രാം സ്റ്റേഷൻ. നേരം വെളുത്തു തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം ട്രാമുകളാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. 5:30 നമുക്ക് 6:13 ട്രെയിൻ. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ്. നേരവും വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇതാണ് ഗേറ്റ്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ലഗേജൊക്കെ നമ്മൾ എയർപോർട്ടിലൊക്കെ വരുന്ന രീതിയിൽ സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിൽ വിടുന്നത്. നമ്മൾ ജസ്റ്റ് അകത്ത് കയറി ഇനി നേരെ ട്രെയിനിലോട്ട് പോകണം. നിലവിൽ എല്ലാ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു മോഡേൺ റെയിൽവേ സ്റ്റേഷനാണ് സമർഖണ്ഡ്. നല്ല വലുപ്പമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല രസമുള്ള ഇൻറ്റീരിയേഴ്സാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കും അത്ര തിരക്കൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനകത്തുള്ള ഒരു സ്നാക്ക് ഷോപ്പാണ്. കോഫിയൊക്കെ കിട്ടും, അതുപോലെ ചെറിയ സ്നാക്സൊക്കെ കിട്ടും. 6 മണിക്കാണ് ഈ ട്രെയിൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, പ്ലാറ്റ്ഫോമിലോട്ടൊന്നും പോവാതെ. കാരണം പുറത്ത് നല്ല തണുപ്പാണ്. ഈ സ്റ്റേഷൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചൂടുണ്ട്. ഇവിടെ 2 പ്ലാറ്റ്ഫോമാണുള്ളത്. അതുപോലെ ഇതിൻ്റെ അണ്ടർ പാസേജ്, ഈ കെട്ടിടത്തിന് താഴെ 2 പ്ലാറ്റ്ഫോമുണ്ട്. നോർമൽ ട്രെയിൻ ഓടുന്നത് ഇതിൻ്റെ താഴെ, ബിൽഡിങ്ങിൻ്റെ താഴെ അണ്ടർ പാസേജിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ട്രെയിൻ വരുന്നത്. ട്രെയിൻ വരുന്നുണ്ട്, ഇതായിരിക്കും. ആറ് മണിക്കാണ് എത്തേണ്ടത്. കറക്റ്റ് 6 മണിയാകുമ്പോൾ എത്തി. 6:13 ഈ സ്റ്റേഷൻ വിടും. നമുക്ക് ബോഗി നമ്പർ 4 ആണ്. 4 കണ്ടുപിടിക്കണം. അങ്ങനെ 6 മണിക്ക് തന്നെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ട്രെയിൻ മൂവായി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് TV വെച്ചിട്ടുണ്ട്, പക്ഷേ ശബ്ദമൊന്നുമില്ല. ഇതിനെന്താ വീഡിയോ ഓടുന്നുണ്ട്. ആൾക്കാരൊക്കെ ഉറക്കമാണ്, അധികം ആൾക്കാർ. നമ്മൾ സീറ്റിങ്ങിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ്. അതുപോലെ ഇത് നമ്മുടെ ചായ കുടിക്കാനൊക്കെ ആണെങ്കിൽ ഇതിനെ തുറന്ന് വയ്ക്കാൻ പറ്റും.
പുറത്തിപ്പോഴും ഇരുട്ടാണെന്നും നേരം വെളുത്തു തുടങ്ങിയിട്ടില്ലൊന്നും കാണാൻ പറ്റുന്നില്ല. ട്രെയിൻ എടുത്തൊരു 15 മിനിറ്റായി. അപ്പോൾ നമ്മുടെ ട്രെയിനിലെ സ്റ്റാഫ് നമുക്ക് ഒരു പാക്കറ്റ് തന്നു. ഉള്ളിൽ എന്താണെന്ന് നോക്കണം. ഇവരുടെ അഫ്രോസിയാബ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിൻ്റെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് ഒരു കവറിലാണ് തന്നത്. ഒരു ഓറഞ്ച് ഫ്ലേവറാണ്. നമ്മുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയർഫോൺ വയ്ക്കാനുള്ള ഒരു സ്ലോട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വീഡിയോ ഓടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു ലിവർ കാണുന്നുണ്ട് ഇവിടെ. ഇതൊരു റോള് പോലത്തെ ഒരു സാധനമാണ്. ബീഫ് ഫ്ലേവറും ഒരു മിൽക്ക് ഫ്ലേവറും വാങ്ങി. ഒരു ഫ്രീ കോഫി കൊണ്ടുവന്ന് തന്നു. കോഫി, കപ്പുച്ചിനോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവരിങ്ങനെ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് കാശ് കൊടുത്താണ് വാങ്ങേണ്ടതെന്ന്. പക്ഷേ ചോദിച്ചപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. കൊള്ളാം. അത്യാവശ്യം നല്ല സർവീസാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ സർവീസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ വേസ്റ്റ് ഇടാൻ വേണ്ടി ചെറിയൊരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി 7:45. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ഇത് കാണുന്നൊക്കെ എന്തൊക്കെ കൃഷികളാണ്. സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ ഭാഗത്തുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഞാനിങ്ങനെ അഫ്രോസിയാബിൻ്റെ അർത്ഥം ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അഫ്രോസിയാബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും മലകളുടെ അല്ലെങ്കിൽ നദികൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പേരായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നോക്കുമ്പോഴാണ് മനസ്സിലായത് അഫ്രോസിയാബ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു സിറ്റി ആയിരുന്നു. ഒരു പഴയ പട്ടണത്തിൻ്റെ ശേഷിപ്പാണ് അഫ്രോസിയാബ്. ആ പട്ടണത്തിൻ്റെ പേരാണ് ട്രെയിനിനും ഇവർ ഇട്ടിരിക്കുന്നത്. പുരാതനമായിട്ടൊരു സംസ്കാരം, അതായത് നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു മധ്യേഷ്യയിലെ പേര് കേട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പുരാതന സംസ്കാരമാണ് സോഗ്ഡിയൻ ആണോ എന്നറിയില്ല. സോഗ്ഡിയൻ സംസ്കാരം. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ ആ സോഗ്ഡിയൻ സംസ്കാരത്തിലുണ്ടായിരുന്ന വളരെ പുരാതനമായിട്ടുള്ളൊരു സിറ്റിയായിരുന്നു അഫ്രോസിയാബ്. ട്രെയിനിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 മെയിൻ സിറ്റികളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റെയിൽ നെറ്റ്വർക്കാണ് അഫ്രോസിയാബ് നെറ്റ്വർക്ക്. അതായത് ബുഖാറ, സമർഖണ്ഡ്, താഷ്കന്ത്. ഈ 3 സിറ്റിയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും വേഗം കൂടി, സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ സർവീസാണിത്. 255 km/h ആണ് ഇതിൻ്റെ സ്പീഡ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ അഫ്രോസിയാബിൻ്റെ പഴയ പേര് മരക്കണ്ട, അങ്ങനെ ഒരു പേരിലും ഈ അഫ്രോസിയാബ് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അഫ്രോസിയാബ് ട്രെയിനിന് കൂടിയ വേഗത എന്ന് പറഞ്ഞാൽ 255 km/h ആണ്. ട്രെയിനിനുള്ള ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് ലിമിറ്റഡ് സീറ്റാണുള്ളത്. 8 ബോഗിയാണ് ഉള്ളത്. ഒരു ബോഗിയിൽ ഏകദേശം 36 സീറ്റുകളാണ് ഒരു ബോഗിയിൽ വരുന്നത്. അങ്ങനെയുള്ള 8 ബോഗികളാണ് ഓരോ ട്രെയിനിൽ വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണ്. അതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സമയത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ടിക്കറ്റ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്കിങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് 1-2 ആഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ ഏകദേശം 1 മാസം മുമ്പ് തന്നെ ഇവരുടെ സൈറ്റിൽ പോയിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്ത് ഏറ്റവും സുരക്ഷയുള്ള ട്രെയിനുകളായിരുന്നാലും അതുപോലെ കൃത്യത പാലിക്കുന്നതായിരുന്നു. ഈ 2 കാര്യത്തിലും പേര് കേട്ട ഒരു സർവീസാണ് അഫ്രോസിയാബ്. വളരെ നല്ല ടോപ്പ് ക്ലാസ് സർവീസാണ് ഇവരുടെ സ്റ്റാഫ് ചെയ്യുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്, അതുപോലെ ഹെൽപ്ഫുള്ളാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേസ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് ഈ ട്രെയിൻ റൺ ചെയ്യുന്നത്. 2011 ഈ അഫ്രോസിയാബ് സർവീസ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ആരംഭിക്കുന്നത്. നിലവിൽ ഉസ്ബെക്കിസ്ഥാനിലും അതുപോലെ സെൻട്രൽ ഏഷ്യയിലും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വേഗം കൂടിയ ഒരു ട്രെയിനാണ് ഈ അഫ്രോസിയാബ്.
സ്പാനിഷ് കമ്പനിയായിട്ടുള്ള തെൽഗോയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന സ്പാനിഷ് കമ്പനിയായ തെൽഗോയാണ്. സമയം ഇപ്പോൾ 8:15 സെപ്റ്റംബർ ആകുമ്പോഴാണ് നമ്മൾ താഷ്കണ്ടിലെത്തുന്നത്. അപ്പോൾ പുറത്തൊക്കെ ഈ കാണുന്നുണ്ടോ മഞ്ഞാണ്, മഞ്ഞ് വീണ് കിടക്കുകയാണ്. ചില വീടുകളുടെ മേളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേൽക്കൂരയിലെല്ലാം മഞ്ഞാണ്. നമ്മൾ താഷ്കണ്ട് എത്തിയെന്നാണ് തോന്നുന്നത്. സിറ്റിയിലും ടൗണിൽ നല്ല മഞ്ഞാണ്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇന്നലെ നമുക്ക് സമർഖണ്ഡിലുള്ള തണുപ്പ് താങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ -1, -2 അതുവരെയൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ മുഴുവൻ -10 ഉണ്ട് എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഐസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. അവിടെ അപ്പുറത്തൊരു അഫ്രോസിയാബ് കിടപ്പുണ്ട്. നമ്മൾ എത്തി, അപ്പോൾ സമർഖണ്ഡ് എത്തി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നല്ല തണുപ്പാണ്. ഇനി പതിയെ നമുക്ക് ഹോട്ടലിലോട്ട് പോയിട്ട് ഏർലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും നോക്കണം. ഇവിടെ 2 മണിക്കാണ് ചെക്ക് ഇൻ ഉള്ളത്. ഇപ്പോൾ മണി 8:30 ആകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ വന്ന ട്രെയിന് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. ഇവിടെ എല്ലാം മഞ്ഞാണ്. ഇത് കണ്ടോ, എല്ലായിടത്തും മഞ്ഞാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എല്ലാം മഞ്ഞാണ്. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നട്ടിരിക്കുന്ന ചെടികളെല്ലാം മഞ്ഞ് വീണിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ അഫ്രോസിയാബ് നമ്മൾ യാത്ര ചെയ്ത് താഷ്കന്ദിലെത്തി സമർഖണ്ഡിൽ നിന്ന്. അഫ്രോസിയാബിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ അതൊരു ചെറിയ വീഡിയോ ആണെന്ന് എനിക്കറിയാം. എന്നാലും ആ ട്രെയിനിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടൊരു വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ചെയ്താണ്. താഷ്കന്ദിൻ്റെ വിശേഷങ്ങളാണ് ഇനി വരുന്ന വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.